ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാചക വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കക്കൂഞ്ഞും ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇറച്ചിക്കറിയെ വെല്ലുന്ന അതേ ടേസ്റ്റിലൊരു കറി തയ്യാറാക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. കണ്ടോ ഗൈസ്, ചക്ക പൊളിക്കുന്നത് കേട്ടോ. പത്തനംതിട്ട സ്റ്റൈൽ ചക്ക പൊളിക്കലാണ്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ നല്ല ചക്ക പൊളിക്കുന്നത്. അപ്പം ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അരക്കൊന്നും ഇങ്ങനെ വെട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ അരക്കൊന്നും വീഴത്തില്ല കേട്ടോ. അമ്മ ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് അരക്കൊക്കെ. ഇങ്ങനെ ചക്ക അടർത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചക്കയിന് ചോളയൊക്കെ നമുക്ക് വേറെടുത്തെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ എൻ്റെ നാട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ, ചക്ക വെട്ടിയെടുക്കുന്നത് ഇങ്ങനെയല്ല. അത് ഞാൻ ഈ വേറൊരു വീഡിയോക്കകത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതെനിക്കറിയത്തില്ല, ഇവിടെ ഇങ്ങനെ ചക്ക ഇങ്ങനെ വെട്ടിയെടുക്കണത് എനിക്കറിയത്തില്ല. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ചെത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ പെട്ടെന്നുണ്ട് ചക്ക വെട്ടുന്ന ജോലിയൊക്കെ പെട്ടെന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ. മറ്റേതാണ് കുറേ സമയം നമ്മൾ അതിന് ഇങ്ങനെ ചെത്താനും വെട്ടാനൊക്കെ ഇരിക്കണം. അങ്ങനെ അവസാനം കണ്ടോ ഗേസ്, കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂഞ്ഞൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് അമ്മ. ഈ കൂഞ്ഞിന്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗേസ്, അങ്ങനെ അവസാനം കൂഞ്ഞ് നല്ല നിലയിൽ കൂഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂനാണ് കേട്ടോ. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടില്ല. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കറിയോ തോരനോ എന്തെങ്കിലുമൊക്കെ വെക്കാം. പഞ്ഞി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കറി വെക്കുമ്പോൾ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വഴറ്റി കറി വെക്കാം. നല്ല ടേസ്റ്റാണ് ഇത് ഈ കറി കേട്ടോ. തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് കറി വെക്കുമ്പോൾ എന്തോ ടേസ്റ്റാണെന്ന് പറയാം. തേങ്ങ വറുക്കാതെ ഇറച്ചിക്കറി വെക്കുന്ന പോലെയും ഈ ഒരു കൂഞ്ഞി വെച്ചിട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ കൂഞ്ഞി വെച്ചിട്ട് നല്ലൊരു കറി തന്നെ സെറ്റ് ചെയ്യാം. നല്ല ഇറച്ചിക്കറി പോലും തോറ്റു പോകും കേട്ടോ, അത്ര ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. ഈ കൂഞ്ഞി വെച്ചിട്ട് നമുക്ക് 3 ടൈപ്പിൽ നമുക്ക് കറി വെക്കാം കേട്ടോ. ഒന്ന് വറുത്തരച്ച തേങ്ങ ഉപയോഗിച്ചിട്ട് അങ്ങനെയും നമുക്ക് കറി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിൽ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കറി വെക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെയും കറി വെക്കാം കേട്ടോ. എല്ലാം ടേസ്റ്റാണ്, 3 കറിയും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൂഞ്ഞി കറി. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമുക്ക് ഈ കറിക്ക് കുറച്ച് ചക്കക്കുരു ആവശ്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് പൊളിച്ചെടുക്കാം. ഞാനാണെങ്കിൽ ഈ കറി കൂട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. എൻ്റെ നാട് മലപ്പുറമാണ് കേട്ടോ. അവിടെ ഉണ്ടാക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് വെച്ചിട്ടൊന്നും കറിയൊന്നും ഉണ്ടാക്കി കൂട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കറി ആദ്യമായിട്ട് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ മലപ്പുറത്തുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, നിങ്ങൾ ഇതുപോലെ കൂഞ്ഞി വെച്ചിട്ട് കറി ഉണ്ടാക്കലുണ്ടോ, കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ചക്കക്കുരിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഈ കറിക്കായിട്ട് നമുക്ക് സവാളയും കൊച്ചുള്ളി ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് പൊളിച്ചെടുക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സവാളയും കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. 2 പച്ചമുളക് കൂടെ നമുക്കൊന്ന് കീറിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിടണം കേട്ടോ. അതിന് വേണ്ടി തേങ്ങ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത ചക്കക്കൂഞ്ഞും ചക്കക്കുരു നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കൂഞ്ഞ് അരിഞ്ഞത്, ചക്കക്കുരു അരിഞ്ഞത്, പച്ചമുളക്, സവാളയും കൊച്ചുള്ളി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്. കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഞാൻ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത്. ഇനി എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് നല്ല പോലെ ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. അങ്ങനെ കടുക് പൊട്ടിയിട്ട് വന്നപ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് സവാള, കൊച്ചുള്ളി എന്നിവ ചേർത്തെടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച 2 പച്ചമുളക് കൂടെ ചേർക്കാം. അതിനുശേഷം ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ടെടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കൂഞ്ഞും ചക്കക്കുരു ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നമുക്കൊരടപ്പ് വെച്ച് നല്ല പോലെ മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്കൊരു 1.5 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാല എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. കറിക്ക് ആവശ്യമായ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/2 സ്പൂൺ മസാല കൂടെ ചേർക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും മസാല ചേർത്താൽ. കറി ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കറിയിൽ നല്ല പോലെ തിളയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിക്കറിയെ വെല്ലുന്ന അതേ ടേസ്റ്റിലുള്ള കോഞ്ഞ് മസാലക്കറി റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.